ഓ, എന്ത് രസമാണ് ഇവിടെയെല്ലാം അല്ലേ. മനോഹരമായ സ്ഥലം, പവിത്രമായ പ്രവൃത്തി. ഞാനിവിടെ വരാൻ കാരണം തന്നെ ഈ ഒരു അതിശയമായ ക്ഷേത്രത്തിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക സാധ്യം എന്ന് പറയുന്നത് ഒരു മല മൊത്തം സ്വർണ്ണമായി എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ മാട് മേച്ചിരുന്ന നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അത് സാധ്യമാകുകയും അപ്രകാരം അന്നിരുന്ന കരുണാനിധി അവർകൾ വന്ന് ഇത് സഫലമാക്കി കൊടുക്കുകയും ചെയ്തതായിട്ടാണ് ശ്രീപുരം ക്ഷേത്രം. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നതും പൂർണ്ണമാക്കിയതൊക്കെ. എന്തായാലും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒരു മൂലധനമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തനും ഐശ്വര്യ സമൃദ്ധം കൊടുത്തു എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു കഥയെന്ന് വെച്ചാൽ നാളെ നമുക്ക് എന്തുണ്ടാവും എന്നുള്ളതല്ല, ഇന്ന് നമുക്ക് എന്തുണ്ടായി എന്നുള്ളതാണ് അറിയുന്നത്. വഴക്കും വയ്യാവലിയും പ്രശ്നങ്ങളും മാനസികസ്ഥിതിയും ഉണ്ടാകുന്ന ഓരോരുത്തർക്കും സമാധാനവും ശാന്തിയും കിട്ടാൻ വേണ്ടി നമ്മൾ പല ക്ഷേത്രങ്ങളിലും നമസ്കാരം. ഇതാണ് സെൽവവിനായക, അതായത് നാരായണീപുരത്തെ മഹാശക്തി എന്ന കർമ്മസാധ്യത്തിലിരിക്കുന്ന നാരായണനെ പരിപൂർണമായി തുണച്ചുകൊണ്ട് പരിപ്രാപ്തമാക്കിയ ശക്തി വിനായകർ എന്ന ഇതാണ്. ശ്രീപുരത്ത് അമർന്നിരിക്കുന്ന ഈ വിനായക ചതുർത്ഥിയെ തുടർന്ന് വെള്ളി ആഭരണങ്ങളോടെ, വെള്ളി ആടയോടെ പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വരാനും ഈ ദർശനം കിട്ടാനും സർവ്വവിധ ഐശ്വര്യങ്ങൾ എനിക്ക് പൂർണ്ണമാക്കി തന്ന ദൃഷ്ടിഗണപതിക്കും കൊച്ചുമലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലെ ആ ഭാഗ്യവും സർവ്വപ്രാപ്തമാക്കിക്കൊണ്ട് ഈ ദിവസം എനിക്ക് പരിപൂർണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കൊച്ചുമലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ നിന്നും രജിപ്പോറ്റിയാണ്. ഞാനിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലാണ്, ആന്ധ്രയുടെ ഭാഗത്താണ്. ശ്രീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗോൾഡൻ ടെമ്പിളിലാണ് ഇരിക്കുന്നത്. ഐശ്വര്യ സമൃദ്ധമായ ഈ ശുഭകർമ്മത്തിൽ വരാൻ കാരണം തന്നെ എൻ്റെ കൊച്ചുമോളുടെ മുടിയെടുപ്പായിരുന്നു തിരുപ്പതിയിൽ വെച്ച്. അത് കഴിഞ്ഞ് ഗോൾഡൻ ടെമ്പിളിൽ വന്നു. അവിടെ ദർശനം കഴിഞ്ഞിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കറങ്ങി തിരുവണ്ണാമലയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഞാൻ. പിന്നെ എല്ലാവർക്കും എൻ്റെ രാവിലെയുള്ള വന്ദനം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ സന്തോഷപരമായ അനുഗ്രഹവും സമൃദ്ധിയും പവിത്രവും ഉണ്ടാകട്ടെ. ദൈവത്തിൽ നിന്നും ഐശ്വര്യ സമൃദ്ധമായ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്മയുടെ നാമത്തിൽ നാരായണീ നമ എന്ന ഭാഗ്യപ്രാപ്തത്തെ പരിപാലിച്ചു ദൈവം എന്താണെന്നും ദൈവത്തെ എന്താക്കി മാറ്റണമെന്നും പൂർണ്ണമാക്കിയ ഈ ശുഭകർമ്മത്തിൽ നിങ്ങൾക്കേവർക്കും